الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره وأنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب صدق الله. ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്തെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, പ്രപഞ്ച സൃഷ്ടാവായ കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. SIO എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വിജ്ഞാനവുമായി ബന്ധപ്പെട്ട, വിജ്ഞാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട, ജ്ഞാനോൽപാദനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വഴിയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഇപ്പോൾ സ്റ്റേജുകളിലായും പ്രദർശന ഹാളുകളിലായും ഇവിടെ നടന്നു വരുന്നത്. ഇത് ഏറ്റവും സന്തോഷകരമായി, ഫലപ്രദമായി പൂർത്തീകരിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ സർവശക്തനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിവിശാലമായ പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറുഗോളമായ ഭൂമിയിൽ മനുഷ്യൻ എന്ന പേരിൽ നമ്മൾ അധിവസിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ച് ഖുർആനിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നല്ല, മനുഷ്യനാണ് ഖുർആനിൻ്റെ ഇതിവൃത്തം തന്നെ. മനുഷ്യനെക്കുറിച്ച്, മനുഷ്യനോട് സംസാരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യനെക്കുറിച്ച് പറയുന്ന ഒരു വാചകമാണ് ഞാൻ നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് തന്നിട്ടുള്ളത്. മദീനയിൽ നിന്ന് അല്പം സഞ്ചരിച്ചാൽ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമുണ്ട്. മദിയൻ സാലിഹ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പർവ്വതങ്ങൾ, പാറകൾ തുരന്ന് വീടുകളുണ്ടാക്കിയ ഒരു സമൂഹമായിരുന്നു അസ്ഹാബു മദിയൻ. ആ
സംഭവം നടന്നുകൊണ്ടിരിക്കെ, പാറകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ പറയുന്ന വാചകമാണ് ഹുവ അൻശഅകും ഫിൽ അർദ്. ഈ വിശാലമായ ഭൂമി ഉണ്ടല്ലോ, ഹുവ അൻശഅകും മിനൽ അർളി, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചിട്ടുള്ളവൻ, നിങ്ങളെ ജീവിപ്പിച്ചിട്ടുള്ളവൻ അവനാകുന്നു. മനുഷ്യനോട് പറയാണ്, നിങ്ങൾ ഭൂമിയിലെ വിവിധ ലവണങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ആളുകളാണ്. വസ്തഅമറകും ഫീഹ, പക്ഷെ ഈ ഭൂമിയെ പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം, ഈ ഭൂമിയിൽ നാഗരികതകളും സംസ്കാരങ്ങളും കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അല്ലാഹു നിങ്ങളെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ വിശാലമായ പ്രപഞ്ചമുണ്ടല്ലോ, ആ പ്രപഞ്ചവും അതിനുള്ളിലെ ഭൂമിയും, ആ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പടച്ച തമ്പുരാൻ ചെയ്തു വച്ചിട്ടുണ്ട്. ആ ചെയ്തു വച്ചിട്ടുള്ള കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ പടച്ച തമ്പുരാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ആ ബാക്കി വെച്ചിട്ടുള്ള കാര്യം എന്താണ്? അത് ഇവിടത്തെ മനുഷ്യന്റെ ജീവിതം എല്ലാ സന്ദർഭങ്ങളിലും പുരോഗതികളിൽ നിന്ന് പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം. മനുഷ്യജീവിതം കൂടുതൽ എളുപ്പമായി കൊണ്ടിരിക്കണം. അതിനുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തണം. അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കണം. അങ്ങനെ ഭൂമിയിൽ നാഗരികതകൾ കെട്ടിപ്പടുക്കണം. ഓരോ ദിവസവും കഴിഞ്ഞ ദിവസത്തേതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം മനുഷ്യർക്ക് ലഭ്യമാകണം. ഏറ്റവും സുഗമമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയണം. അതോടൊപ്പം സംസ്കാരങ്ങൾ വളരണം, കലകൾ ഉണ്ടാകണം, സാഹിത്യങ്ങൾ ഉണ്ടാകണം. മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള കഴിവുകളും വളർന്നു വലുതാകണം, വിടരണം, പുഷ്പിക്കണം, കായ്ക്കണം, ഫലം നൽകണം. ഇതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇതിനാണ് ഖുർആനിന്റെ ഭാഷയിൽ ഇമാറത്തുൽ അർള് എന്ന് പറയുന്നത്. വസ്തഅമറകും ഫീഹ, നിങ്ങളെ ഈ ഉത്തരവാദിത്വം ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചം എത്ര പൂർണ്ണതയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിലും മനുഷ്യന്റെ കഴിവുകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്പേസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി വെച്ചിട്ടുണ്ട്. ആ സ്പേസ് പൂരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇത് ഭൂമിയിൽ മാത്രമല്ല, പ്രപഞ്ചത്തിൽ മാത്രമല്ല, പ്രപഞ്ചത്തിനകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെ ഉള്ളിലും പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് കഴിവുകളാണ്, സ്കിൽസ് ആണ്. നമുക്ക് പഠിക്കുവാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്, അപഗ്രഥിക്കുവാനുള്ള കഴിവ്, ഈ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ആ കഴിവുകളെ വളർത്തിയെടുക്കുക എന്നതും അതിനെ പുഷ്കലമാക്കുക എന്നതും അത് നമുക്കും നമ്മുടെ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ വികസിപ്പിക്കുക എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒരു സ്പേസ് ആണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ ലോകത്ത് നിന്ന് വിവരങ്ങൾ സമാഹരിക്കുവാനുള്ള മാർഗങ്ങളാണ്. കണ്ടുകൊണ്ട്, കേട്ടുകൊണ്ട്, മണത്തറിഞ്ഞുകൊണ്ട്, സ്പർശിച്ചറിഞ്ഞുകൊണ്ട്, രുചിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വിവരങ്ങൾ സമാഹരിക്കാൻ കഴിയും.
നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ, വിജ്ഞാന ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ നേടിയെടുക്കുവാനുള്ള ഉപകരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റും ധാരാളം പുസ്തകങ്ങളുണ്ട്, നമ്മുടെ ചുറ്റും ധാരാളം ലബോറട്ടറികളുണ്ട്, ലൈബ്രറികളുണ്ട്, നമ്മുടെ ചുറ്റും ധാരാളം അറിവുകൾ പരന്നു കിടക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ ഒരു വിശാലമായിട്ടുള്ള പ്രപഞ്ചമുണ്ട്. അവയിൽ നിന്നെല്ലാം അറിവിനെ ആർജിക്കുവാനുള്ള ഇന്ദ്രിയങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഇന്ദ്രിയങ്ങൾ നമ്മൾ ആർജിക്കുന്നു. ആ ആർജിച്ചെടുത്ത വിവരങ്ങളെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ വീണ്ടും മനനം ചെയ്യുന്നു, വീണ്ടും അതിനെ ശരിപ്പെടുത്തുന്നു. അതിൽ നിന്ന് പുതിയ അറിവുകൾ ഉണ്ടാകുന്നു, അറിവുകൾക്ക് ഷേപ്പ് നൽകുന്നു. അങ്ങനെ ആ ഷേപ്പിൽ നിന്ന്, ആ അറിവിൽ നിന്ന് നമ്മൾ പുതിയ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുന്നു. നേടിയെടുത്ത അറിവുകളെ വീണ്ടും മനനം ചെയ്തുകൊണ്ട് പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് നാം സയൻസ് എന്ന് പറയുന്നത്. വിവിധ പരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത അറിവുകളെ പാകപ്പെടുത്തുന്നതിനെയാണ് നാം സയൻസ് എന്ന് പറയുന്നത്. ആ അറിവുകളെ മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിഭവങ്ങളാക്കി മാറ്റുക, ഉപകരണങ്ങളാക്കി മാറ്റുക, സംവിധാനങ്ങളായിട്ട് വികസിപ്പിക്കുക എന്നതിനെയാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ അറിവും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുവാനുള്ള വലിയൊരു ഗ്യാപ്പ്, മനുഷ്യന് പ്രവർത്തിക്കുവാനുള്ള ഒരു സ്പേസ് ഇവിടെ വിട്ടേച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ ഭൂലോകത്തേക്ക് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും ഈ അറിവ് നേടുന്നതിനെ പ്രോത്സാഹിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തുടങ്ങുന്നത് തന്നെ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇഖ്റഅ, വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഖുർആൻ മാത്രം വായിക്കാനല്ല പറയുന്നത്. ഇഖ്റ എന്ന് പറയുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ആയത്തുകളുണ്ട്, ഖുർആനി ആയത്തുകൾ ഉണ്ടായിരുന്നില്ല, ഖുർആൻ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുണ്ടായിരുന്നത് വിശാലമായിട്ടുള്ള പ്രപഞ്ചം മാത്രമായിരുന്നു. ആ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇഖ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ വായിക്കുന്നതിൽ പോലെ തന്നെ ഈ പ്രപഞ്ചത്തെയും വായിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഗ്രാമീണമായ അറബികൾ, ജാഹിലിയ കാലം എന്നാണ് ആ കാലത്തെ കുറിച്ച് പറയുന്നത്. അജ്ഞതയുടെ കാലഘട്ടമാണ്. ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ച് കീഴ്പോട്ട് മാത്രം നോക്കി നടന്നുകൊണ്ടിരുന്ന മനുഷ്യർ, വിജ്ഞാനം സമ്പാദിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒട്ടുമേ അറിയാതിരുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ മസ്തിഷ്കത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ വലിയ ആഘാതമേൽപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വലിയ പ്രഹരമേൽപ്പിക്കുകയാണ്, അടിച്ചുടക്കുകയാണ്, ത്രസിപ്പിക്കുകയാണ്, വളർത്തുകയാണ്. എന്നിട്ട് ചിന്തിക്കാൻ പറയുകയാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് وإلى السماء كيف نصبت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. എടോ നോക്ക്, അല്ലയോ അറബി, ഗ്രാമീണനായ അറബി, കാട്ടറബി, നോക്ക് എങ്ങനെയാണ് ഈ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത്, എങ്ങനെയാണ് ആകാശലോകം അവിടെ ഉയർന്നു നിൽക്കുന്നത്, എങ്ങനെയാണ് പർവ്വതം നാട്ടപ്പെട്ടതുപോലെ നിൽക്കുന്നത്, എങ്ങനെയാണ് ഭൂമി പരന്നതുപോലെ അനുഭവപ്പെടുന്നത്. ചിന്തിക്കൂ, പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പ്രേരണ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലെ പല വാചകങ്ങളും അവസാനിക്കുന്നത് അഫലാ തശ്കുറൂൻ അഫലാ തഅഖിലൂൻ അഫലാ തതദബ്ബറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾക്ക് മൂളയില്ലേ, എന്താണ് ആലോചിച്ചാൽ, എന്താണ് ചിന്തിച്ചാൽ എന്ന് ചോദിച്ചുകൊണ്ട്
പ്രചോദിപ്പിക്കുന്നത്, ചിന്തക്ക് പ്രചോദനം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ പ്രചോദനത്താലാണ് മുസ്ലിം സമൂഹം വിജ്ഞാന രംഗത്തൊരു വലിയ വിസ്ഫോടനം തന്നെ നടത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുള്ള പല ശാസ്ത്രകാരന്മാരെയും സാമൂഹ്യ ശാസ്ത്രകാരന്മാരെയും നമുക്ക് പരിചയമുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരുടെയൊക്കെ പ്രചോദനം ഖുർആൻ നൽകിയിട്ടുള്ള ജ്ഞാനസമ്പാദനത്തിനുള്ള ഈ പ്രഹരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഏതാണ്ട് 100 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ആ സമൂഹം വിജ്ഞാന രംഗത്ത് ഏറ്റവും ഉയർന്ന സമൂഹമായി കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 300-400 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും വലിയ വിജ്ഞാന ശാഖകൾക്ക് നേതൃത്വം നൽകുന്നവരായി ഖുർആനിന്റെ അനുയായികളുമായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് വിജ്ഞാന രംഗത്ത് മുസ്ലിം സമൂഹത്തിന് വലിയ ഒരു അപജയമാണ് സംഭവിച്ചത്. വലിയ അപജയമാണ് സംഭവിച്ചത്. ആ വിജ്ഞാന രംഗത്ത് നിന്ന്, ജ്ഞാനോൽപാദന രംഗത്ത് നിന്ന് മുസ്ലിം സമൂഹം തീർത്തും മാറ്റപ്പെട്ടതുപോലെയായി തീർന്നു. പ്രത്യേകിച്ച് നവോത്ഥാനം വന്നതിന് ശേഷമാണ് ആ മാറ്റം ഉണ്ടായത്. നവോത്ഥാനം വന്നതിന് ശേഷം അറബികൾ വളർത്തിയെടുത്തുള്ള വിജ്ഞാന ശാഖകളെ പാശ്ചാത്യൻ സമൂഹം വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയി. അവർ പുതിയ പുതിയ പല മേഖലകളിലേക്കും കടന്നു ചെന്നെത്തി. അവർ വിജ്ഞാനത്തെ, ശാസ്ത്രത്തെ, അറിവുകളെ നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ചരിത്രകാരന്മാർ, ജ്ഞാനോൽപാദനത്തിന്റെ ചരിത്രം എഴുതുന്ന ചരിത്രകാരന്മാർ മധ്യകാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഈ വിജ്ഞാന വിസ്ഫോടനത്തെ സംബന്ധിച്ച് അർത്ഥഗർഭമായ മൗനമാണ് ആചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ചില ചരിത്രകാരന്മാർ ഇതിലേക്ക് വെളിച്ചം വീശുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്, അലീമിയാന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് മാദാ ഖസിറൽ ആലം ബിഇൻഹിതാത്തിൽ മുസ്ലിമീൻ എന്നാണ്. മുസ്ലിം സമൂഹത്തിന്റെ പതനം മുഖേന മനുഷ്യ സമൂഹത്തിന് എന്താണ് നഷ്ടപ്പെട്ടത്? ജ്ഞാനലോകത്ത് നിന്ന്, ജ്ഞാനോൽപാദന ലോകത്ത് നിന്ന് മുസ്ലിം സമൂഹം അപ്രത്യക്ഷമായതിനു ശേഷം ലോകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. നവോത്ഥാനം നടന്നപ്പോൾ ആ നവോത്ഥാനത്തിന്റെ മുന്നിൽ നടന്ന ആളുകൾക്ക് തിയോക്രാറ്റിക് സ്റ്റേറ്റുമായിട്ട് ഏറ്റുമുട്ടേണ്ടതായി വന്നിട്ടുണ്ട്. അന്നത്തെ ചർച്ച് നേതൃത്വവുമായി ഏറ്റുമുട്ടേണ്ടതായി വന്നിട്ടുണ്ട്. പുതിയ ആലോചനകളെയും പുതിയ പഠനങ്ങളെയും പുതിയ നിരീക്ഷണങ്ങളെയും പുതിയ കണ്ടെത്തലുകളെയും അംഗീകരിക്കുവാൻ അക്കാലഘട്ടത്തിലെ മതനേതൃത്വത്തിന് കഴിഞ്ഞില്ല. ആ മതനേതൃത്വത്തിന്റെ കയ്യിലായിരുന്നു ഭരണവും കൂടി ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് ചിന്തിക്കുന്നവരെയും ആലോചിക്കുന്നവരെയും കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരെയും പുതിയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെയും തഴയാനും മതവും ശാസ്ത്രവും തമ്മിൽ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത് എന്ന് പറയാനും അത് കാരണമായിട്ടുണ്ട്. എന്നാൽ അത് മുഖേന സംഭവിച്ചത് എന്താണ്? മതവും ശാസ്ത്രവും തമ്മിൽ ഭിന്ന ചേരികളിലേക്ക് തിരിഞ്ഞു പോവുകയും ശാസ്ത്രം മതവിരുദ്ധമാണെന്ന് ഗണിക്കപ്പെടുകയും മതം ശാസ്ത്രവിരുദ്ധമാണെന്ന് ഗണിക്കപ്പെടുകയും ചെയ്തു. മതം എന്ന തിയോക്രാറ്റിക് ഗവർണൻസിനെ മാത്രമല്ല, തിയോക്രാറ്റിക് ഭരണവ്യവസ്ഥയെ മാത്രമല്ല, മതത്തിന്റെ മൂല്യങ്ങളെയും മതവിശ്വാസങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് മാത്രമേ ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വളർന്നു വന്നത് അത്തരം ഒരു സാഹചര്യത്തിലാണ്. ഇതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ശാസ്ത്രം മൂല്യമുക്തമായിട്ടുള്ള ഒരു ഒറ്റക്കണ്ണൻ സത്വത്തെ പോലെ വളർന്നു വന്നു എന്നുള്ളതാണ്. ഒരൊറ്റക്കണ്ണനാണ് ഇന്നിപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത്. ഭൗതികത മാത്രമേ അതിന് കാണാൻ കഴിയുകയുള്ളൂ. ശാസ്ത്രം ഒരു ശാസ്ത്ര ആധിപത്യത്തിൻ്റെതായ ഞങ്ങൾ മതി എല്ലാറ്റിനും എന്ന ഒരു കാഴ്ചപ്പാട് ശാസ്ത്രത്തിനുണ്ടായി തീർന്നു എന്നുള്ളതാണ്.
ശാസ്ത്രത്തിന് മൂല്യങ്ങൾ സംഭാവന നൽകുവാൻ കഴിയുകയില്ല. കാരണം മൂല്യങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളല്ല. മൂല്യങ്ങൾ നൽകേണ്ടത് മതങ്ങളാണ്. മൂല്യങ്ങൾ നൽകേണ്ടത് ദൈവവിശ്വാസമാണ്. ആ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദൈവികമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും പുനഃപ്രതിഷ്ഠിക്കുക എന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സാങ്കേതിക വിദ്യകളെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഓരോന്നിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. അത് യുദ്ധസാമഗ്രികളുമായി ബന്ധപ്പെട്ടതാകട്ടെ, രസതന്ത്രവുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഫിസിക്സുമായി ബന്ധപ്പെട്ടതാകട്ടെ, അറിവിന്റെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാകട്ടെ, എല്ലാ ശാസ്ത്ര ശാഖകളും മനുഷ്യന് ഉപകാരപ്പെടുന്നതിന് പകരം ഉപദ്രവവും കൂടി നൽകുന്നതായി തീരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് ശാസ്ത്രത്തിന് ഒരു മൂല്യവ്യവസ്ഥ, ഒരു വാല്യൂ സിസ്റ്റം ആവശ്യമായിട്ടുണ്ട്. അറിവുകൾ ആർജിക്കുന്നതോടെ ആ അറിവുകളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാങ്കേതിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒന്നാമതായി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. മനുഷ്യനെ കൂട്ടക്കൊല ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങളിൽ നിന്ന്, അവ രൂപീകരിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കണം. നേടിയെടുക്കുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളും ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭൂവിഭാഗത്തിലെ ജനങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിയിലെ ജനങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭൂഖണ്ഡത്തിലെ ജനങ്ങൾ മാത്രം അനുഭവിക്കുന്നു എന്നതിൽ നിന്ന് അതിന്റെ നന്മകൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അനുഭവിക്കാൻ സാധ്യമാകുന്ന സ്വഭാവത്തിൽ സാർവത്രികമാക്കുവാനുള്ള രീതികൾ സംജാതമാകണം. നേടിയെടുക്കുന്ന ജ്ഞാനങ്ങൾ മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും അകറ്റുകയും പോളറൈസേഷന് സഹായകമാവുകയും ചെയ്യുന്നതിന് പകരം നേടിയെടുക്കുന്ന അറിവുകളെല്ലാം തന്നെ മനുഷ്യനെ ഏകീകരിക്കാനും, മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കാനും, മനുഷ്യനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനും, മനുഷ്യകുലത്തിന് കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ജീവിതത്തിന് സാധ്യമാകാനും വഴിയൊഴുക്കുന്നതായിരിക്കണം എന്നുള്ളതാണ്. ഇതിന് സാധ്യമാകുന്ന ഒരു വാല്യൂ സിസ്റ്റം യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. തിയോക്രാറ്റിക് സ്റ്റേറ്റും ശാസ്ത്രവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ ഫലമായി യഥാർത്ഥത്തിൽ ലോകത്തിന് നഷ്ടപ്പെട്ടത് ശാസ്ത്രത്തിന്റെ ഈ വാല്യൂ സിസ്റ്റമാണ്. നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എങ്ങനെയാണ് സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞതുപോലെ മൂല്യത്തിൽ അധിഷ്ഠിതമായി ഈ വിജ്ഞാനത്തെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുക, എങ്ങനെയാണ് പുതിയ ജ്ഞാനോൽപാദനങ്ങൾ നടത്താൻ കഴിയുക, എങ്ങനെയാണ് പുതിയ സാങ്കേതിക വിദ്യകൾ ആർജിച്ചെടുക്കാൻ കഴിയുക, അതെങ്ങനെ മനുഷ്യകുലത്തെ ഒറ്റക്കെട്ടാക്കാനും മനുഷ്യകുലത്തിന് പൊതുവായ വളർച്ച സാധ്യമാക്കാനും കഴിയുക എന്ന് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കണം. ഞാൻ പറയുന്നത് ശാസ്ത്രത്തെ നിയന്ത്രിക്കണമെന്ന് ഞാൻ പറഞ്ഞ ഈ വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ, ആ വാല്യൂ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാകാൻ, ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഉദാഹരണമാകാൻ ഇസ്ലാമിന് കഴിയും, പ്രവാചക വചനങ്ങൾക്ക് കഴിയും, ഖുർആനിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ശാസ്ത്രരംഗത്ത് പുരോഗതി പ്രാപിക്കുന്നുവോ അത്രത്തോളം തന്നെ ഖുർആനിക വിജ്ഞാനീയങ്ങളിലേക്കും നിങ്ങൾ കടന്നു ചെല്ലുക. രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യം വന്നാൽ നവോത്ഥാനത്തിന് ശേഷം ശാസ്ത്രത്തിന് നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ച് വീണ്ടെടുത്തു കൊടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. മൂല്യാധിഷ്ഠിതമാകട്ടെ മൂല്യരഹിതമാകട്ടെ നേടിയെടുക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ വിജ്ഞാനങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിന്റെ സമ്പത്താണ്. ആ സമ്പത്തിനെ വിലമതിക്കുന്നതോടൊപ്പം അതിൽ ചെറിയ സേവനങ്ങൾ ചെയ്തവരും സഹായങ്ങൾ നൽകിയവരും
സംഭാവനകൾ അർപ്പിച്ചവരുമായ മുഴുവൻ സേവനങ്ങളെയും വിലമതിക്കുകയും അത് മനുഷ്യകുലത്തിന്റെ സമ്പത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിനെ ഒരു മൂല്യവ്യവസ്ഥയുടെ കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ മനുഷ്യോപകാരപ്രദമായ മനുഷ്യപ്പറ്റുള്ളതാക്കി മാറ്റുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ നമുക്ക് നിർവഹിക്കുവാനുണ്ട്. പടച്ച തമ്പുരാൻ അതിന് മുന്നിൽ നടക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെയും നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.